നമസ്കാരം. ദുരന്തമുഖങ്ങളിൽ എന്നും നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്ന ഒരു പേരുണ്ട്, രഞ്ജിത്ത് ഇസ്രയേൽ. ആരാണ് ഈ രക്ഷാപ്രവർത്തകൻ? എന്താണ് ഈ പേരിന് പിന്നിലെ ഇസ്രയേൽ? ഇങ്ങനെയൊക്കെ നിരന്തരം ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. ഇപ്പോഴിതാ ഉത്തര കന്നഡയിലെ ഷിരൂരിൽ കർണാടക ദൗത്യ സംഘം ഏറെക്കുറെ കാര്യങ്ങൾ കൈവിട്ടപ്പോൾ ആ ദൗത്യം സ്വമേധയാ ഏറ്റെടുത്ത ചെറുപ്പക്കാരനാണ് രഞ്ജിത്ത് ഇസ്രയേൽ. ഇപ്പോൾ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് രഞ്ജിത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ്. അർജുൻ എന്ന ചെറുപ്പക്കാരൻ തിരികെ ജീവിതത്തിലേക്ക് എത്തുമോ എന്നും അതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നെല്ലാം അറിയേണ്ടവർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് രഞ്ജിത്തിന്റെ മുഖത്തേക്കാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തകന്റെ റോളാണ് രഞ്ജിത്തിന്. ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കും. അതിനുണ്ടാവുന്ന തിരിച്ചടികൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമേയല്ല. ഇവിടെ തന്നെ എത്ര തവണയാണ് രഞ്ജിത്തിനെ മാറ്റി നിർത്തുകയും തഴയുകയും ചെയ്തത്. അവസാനം കയ്യാങ്കളി വരെ എത്തി കാര്യങ്ങൾ. പക്ഷേ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന വാക്ക് ആപ്തവാക്യമായി കണ്ട് തൻ്റെ ജോലി തുടരുകയാണ് രഞ്ജിത്ത് ഇസ്രയേൽ. എങ്ങനെയാണ് ഈ പേര് വന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ബൈബിളിലുള്ള വിശ്വാസമാണ് ഈ പേരിന് പിന്നിലെന്നാണ് പൊതുവെ രഞ്ജിത്ത് പറയാറുള്ളത്. ആള് പക്ഷേ തനി മലയാളിയാണ്. തനി തിരുവനന്തപുരത്തുകാരൻ. വിതുര സ്വദേശിയായ ജോസഫ് ഐവ ദമ്പതികളുടെ മകനാണ്. ദുരന്തഭൂമി തന്നെ മാടി വിളിക്കുമെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ആരും വിളിച്ചില്ലെങ്കിലും ജീവന്റെ തുടിപ്പ് തേടി രഞ്ജിത്ത് അവിടെ എത്തും. സേവന മനോഭാവവും അസാധാരണമായ മനക്കരുത്തും ധൈര്യവുമാണ് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന ചെറുപ്പക്കാരന്റെ മുഖമുദ്ര. 2013 ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിന്റെ സമയത്ത് അവിടെ എത്തി മലമുകളിൽ കുടുങ്ങിയ സാധാരണക്കാരെ താഴേക്കെത്തിക്കാൻ ഓടിയെത്തിയപ്പോഴാണ് ആദ്യം ഈ പേര് ശ്രദ്ധിക്കപ്പെടുന്നത്. അന്ന് സൈന്യത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിന്നു ഈ യുവാവ്. പിന്നീട് കേരളത്തിനെ ഞെട്ടിച്ച പ്രളയകാലം. തുടർന്ന് അടുത്ത വർഷങ്ങളിൽ മലപ്പുറത്തെ കവളപ്പാറയിലും ഇടുക്കിയിലെ പെട്ടിമുടിയിലും വയനാട്ടിലെ പുത്തുമലയിലുമെല്ലാം ഈ യുവാവിന്റെ രക്ഷാപ്രവർത്തനം തുടർന്നു. ദുരന്തമുഖത്ത് മാത്രമാണ് ഈ പേര് സജീവമായി കേൾക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും ജീവന്റെ തുടിപ്പ് തേടി അതിനുവേണ്ടി ജീവൻ കൈക്കുമ്പിളിലാക്കി രഞ്ജിത്ത് കൂടെയുണ്ടാവും. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും സൈന്യത്തിനും എന്തിനും ഏതിനും ആശ്രയിക്കാവുന്ന ആളായി രഞ്ജിത്ത് ഇസ്രയേൽ കൂടെയുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സേവനങ്ങളെല്ലാം പ്രതിഫലമില്ലാതെയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വരുമാനമൊന്നും വാങ്ങാതെയുള്ള ജോലിയാണിത്. സൈനികനാകാനായിരുന്നു ആഗ്രഹം, പക്ഷേ അത് നടന്നില്ല. ചെറിയ പ്രായത്തിലുണ്ടായ ഒരു അസുഖം അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് തിരിച്ചടിയായി. ചികിത്സ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സൈന്യത്തിൽ ചേരേണ്ട പ്രായപരിധി കഴിഞ്ഞുപോയി. പക്ഷേ ആ മനസ്സ് അന്ന് മുതലേ സൈന്യത്തിനോടൊപ്പം ചേർന്നു. 2 തവണ തുടർച്ചയായി ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായിരുന്നു. രക്ഷാപ്രവർത്തനം ജീവവായുവായി കാണുന്ന രഞ്ജിത്ത് ഗോവയിലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യയും ഒപ്പം ജീവൻ രക്ഷാ മാർഗങ്ങളും പഠിച്ചു. തുടർന്ന് മലകയറ്റത്തിലും കാട്ടിലകപ്പെട്ടാൽ സൂക്ഷിക്കേണ്ട അതിജീവനത്തെക്കുറിച്ചുമെല്ലാം വിശദമായി പഠിച്ചു. ഇടക്കാലത്ത് സൈനികർക്ക് മാത്രം ലഭിക്കുന്ന ചില പരിശീലനവും രഞ്ജിത്തിന് കിട്ടി. അതും ഈ സേവനത്തിന് മുതൽക്കൂട്ടായി. ഓരോ ദുരന്തമുഖവും രഞ്ജിത്തിന് പാഠപുസ്തകങ്ങളായിരുന്നു. ഓരോ സ്ഥലത്തിനും ഓരോ രീതിയാണെന്നും ഓരോ അപകടവും ഓരോ തരത്തിലുള്ള അനുഭവമാണ് എന്നുമൊക്കെയാണ് രഞ്ജിത്തിന്റെ പക്ഷം. ഓരോ സ്ഥലത്തെയും രക്ഷാപ്രവർത്തനം കഴിയുമ്പോൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ അടുത്ത തവണത്തേക്കുള്ള പാഠമായി മാറുന്നു. ഓരോ രക്ഷാപ്രവർത്തനം പിന്നിടുമ്പോഴും ഇനി ഇതുപോലൊരു ദുരന്തം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കും. പക്ഷേ അത് നടക്കുന്നില്ലെങ്കിലും ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് എത്തുമ്പോൾ ആഘാതത്തിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിയാറുണ്ടെന്നാണ് രഞ്ജിത്ത് പറയുന്നത്.